മദ്യപാനം തുടങ്ങുന്നത് ചെന്നുകയറിയ വീട്ടിൽ നിന്നും, വേറൊരു ആളായി മാറുന്നത് തിരിച്ചറിയാൻ വൈകി. ആദ്യ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഉർവശി. ആദ്യ ഭർത്താവിന്റെ വീട്ടിൽ നിന്നാണ് താൻ മദ്യപാനം ശീലിക്കുന്നതെന്നാണ് ഉർവശി പറയുന്നത്. പിന്നീട് ആ ശീലം തന്നെ വല്ലാതെ ബാധിച്ചുവെന്നും ഉർവശി പറയുന്നു. സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും ചേർന്നാണ് തന്നെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവന്നതെന്നും രഞ്ജിനി ഹരിദാസിന് നൽകിയ അഭിമുഖത്തിൽ ഉർവശി പറയുന്നു. വലിയ മാറ്റമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ലാത്ത ചിട്ടകളുള്ള കുടുംബത്തിലേക്കാണ് ചെന്നത്. അവർ വളരെ ഫോർവേഡ് ആയിരുന്നു. കുടുംബം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്. മദ്യം വളരെ സരളമായി ഉപയോഗിക്കുന്നവരാണ്. അച്ഛനും അമ്മയും മക്കളുമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പങ്കുവെക്കുന്നവരാണ്. വളരെ ഹാപ്പിയായി അടിച്ചുപൊളിച്ച് ജീവിക്കുന്നവരാണ്. ആ അന്തരീക്ഷത്തിലേക്ക് ചെന്നപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. ഇതൊക്കെ സാധ്യമുള്ള കാര്യമാണോ? എങ്ങനെയാണ് ഇതുപോലെയാകാൻ പറ്റുന്നത് എന്ന ചിന്തകളായിരുന്നു. അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിച്ചു. എല്ലാം കഴിഞ്ഞ് രാവിലെ വയറ്റിപ്പഴപ്പിനായി ഓടുകയും വേണം. എല്ലാം കൂടി ചേർന്ന് എന്നെ വേറൊരു ആളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന വിവരം അറിയാൻ ഒരുപാട് അങ്ങ് വൈകിപ്പോയി. എനിക്കിത് പ്രകടിപ്പിക്കാനും ആരുമില്ല. പിന്നെ ഞാൻ ചെയ്തത് ശരിയാണെന്ന് എന്റെ കുടുംബത്തെ കാണിക്കാനുള്ള വാശി ഒരു ഭാഗത്ത്. വീട്ടിൽ എല്ലാം അറിയുന്നവർ കലച്ചേച്ചിയായിരുന്നു. അതിനാൽ അവളുടെ ഭാഗത്തു നിന്നും നേരെയാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കുഴിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു ആളായി മാറുകയാണെന്ന് മനസ്സിലായി. കേട്ടിട്ടുണ്ട് ശ്രീദേവി മാഡം ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ അമ്മ തന്നെ ഡ്രിങ്ക്സ് കൊടുക്കുമെന്ന്. കാരണം വളരെ ഹെവിയായി ജോലി ചെയ്ത് ക്ഷീണിതയായിട്ടാണ് അവർ വരുന്നത്. അതിനാൽ മദ്യം കൊടുത്താണ് അവരെ റിലാക്സ് ആക്കുന്നതെന്ന് അവരുടെ ഒപ്പം അഭിനയിച്ചിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചെന്നു കയറിയ വീട്ടിൽ നിന്നായിരുന്നു ആ അനുഭവം ഉണ്ടായത്. അവിടെ നിന്നും മനസ്സിലാക്കിയത് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാനാണെന്നാണ്. പിന്നെ പിന്നെ നമ്മൾ മാത്രം ഒറ്റയാൾ പട്ടാളമായി മാറുകയും സമ്പാദ്യത്തിന് മാത്രമുള്ള ആളായി മാറി ഇഷ്ടമില്ലാതെ അതിന് പോകേണ്ടി വന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് കൂടുകയും ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്തു. ഉറക്കം നഷ്ടമായി, ഭക്ഷണം കഴിക്കാതാവുക, മാനസികമായി ശരിയല്ലെങ്കിൽ ആദ്യം ഉപേക്ഷിക്കുക ഭക്ഷണമാണ്. രണ്ടും കൂടി വന്നതോടെ മാനസിക നില വേറെ നിലയിലേക്കായി. ചുറ്റുപാടും മറന്നു. ഈ പ്രശ്നങ്ങൾ മാത്രമായി. ഉറക്കമില്ലാത്ത ഒരാൾ ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടും. അതിൽ നിന്നും ഇറങ്ങുന്നത് എൻ്റെ പേഴ്സണൽ സ്റ്റാഫും സുഹൃത്തുക്കളും ചേർന്ന് തീരുമാനിച്ചതോടെയാണ്. എല്ലാവരും ചേർന്ന് ബലമായി ഇത് മാത്രമേ മാർഗമുള്ളൂവെന്ന് പറഞ്ഞു. അല്ല, ആരുടെയും കുറ്റമല്ല. അവർക്ക് അങ്ങനെ ഒരു ജീവിതം സാധിക്കുന്നുണ്ട്. എനിക്ക് സാധിച്ചിരുന്നില്ല. അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. ആ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്നും പിന്നെ കുറച്ച് ആളുകൾ പറഞ്ഞു, ഒന്നും ഇനിയും ആരോടും പറയണ്ട എന്ന്. ഭർത്താവിന്റെ വീട്ടിൽ പോയി ജീവിക്കാനുള്ളവളാണ് പെൺകുട്ടി എന്ന രീതിയിലാണ് എന്നെ വളർത്തിയത്. ആ രീതിയിൽ ഞാൻ ജീവിച്ചു. അത് മാറാൻ കുറെ കാലമെടുത്തു എന്നും ഉർവശി പറഞ്ഞു.